ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പോര് വടകരയിലാണ് കൃത്യമായി ദൃശ്യമാവുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായിരുന്നു അവിടെ ഉയരുന്ന ഈ അപഖ്യാതിമായി വ്യക്തിപരമായി സ്ഥാനാർത്ഥിക്കെതിരെ ഉണ്ടാവുന്ന ആക്ഷേപം. അതിൽ ഏറ്റവും പ്രധാനമായി കെ ശൈലജയെ അപകീർത്തിപ്പെടുത്തുന്ന ചില ക്ലിപ്പുകൾ പ്രചരിക്കുന്നു എന്ന ആക്ഷേപമാണ്. അതിൽ ചില തിരുത്തലുകളും പിന്നോട്ട് പോക്കലുകളും CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടായി എന്നതാണ് ഇന്നലെ അടക്കം പുറത്തു വന്നത്. എന്നാൽ ആ ആക്ഷേപം അതേ തരത്തിൽ തന്നെ ഉണ്ട് എന്നതാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എടുക്കുന്ന നിലപാട്. വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ വിദഗ്ധന്മാർ ഷാഫി പറമ്പിലിനൊപ്പം വടകരയ്ക്ക് പോയി. ഇപ്പോൾ അശ്ലീലം പ്രചരിപ്പിക്കുകയാണ് എന്നും MV ഗോവിന്ദൻ തറപ്പിച്ചു പറയുകയാണ്. അങ്ങനെ ഫേസ്ബുക്ക് നേതാക്കന്മാർ അവിടെ ശൈലജ ടീച്ചർ അതിശക്തിയായ രാഷ്ട്രീയ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ വടകര നിയോജക മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജയിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയം പറഞ്ഞിട്ട് രക്ഷയില്ല. അതിനു പകരം പുതിയ ഒരു അടവ് ഇന്നേ വരെ തെരഞ്ഞെടുപ്പിൽ ഇതേവരെ ആരും ഉപയോഗിച്ചിട്ടില്ല. അതാണ് അശ്ലീലം. ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എതിർ സ്ഥാനാർത്ഥിക്കെതിരെ അശ്ലീല പ്രചരണം. അശ്ലീലം എന്ന് പറഞ്ഞാൽ ചെറിയ അശ്ലീലമൊന്നുമല്ല. പിണറായി വിജയന്റെ തല, ശൈലജ ടീച്ചറെ തല, ബാക്കിയെല്ലാം വേറെയാണ്. വേറെയാന്ന് പറഞ്ഞാൽ ശൈലജയ്ക്ക് അശ്ലീലം. എന്നിട്ട് വീട്ടിലേക്കുള്ള കുടുംബ ഗ്രൂപ്പുകളുണ്ടല്ലോ, ആ ഗ്രൂപ്പുകളിലേക്ക് അയക്കുക. മോർഫ് ചെയ്ത ഇത്തരം പടങ്ങൾ, ഇത്തരം നിരവധിയായ ശൈലജ ടീച്ചർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പറയാത്ത നിരവധി വർഗീയത ഉയർത്തിപ്പിടിക്കുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും കൂടി പ്ലാൻ ചെയ്ത് കൈകാര്യം ചെയ്തതാണ് എന്ന് ശൈലജ ടീച്ചർ വളരെ വ്യക്തതയോടുകൂടി ഇലക്ഷൻ കമ്മീഷന് പരാതി കൊടുത്തു. പരാതി കൊടുത്തപ്പോൾ അതിന് പിന്നിൽ ആരാ? അതിന് പിന്നിൽ VD സതീശനാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. അതിന് പിന്നിൽ ഷാഫി പറമ്പലാണ്. എന്താ ഉത്തരം എന്ന് ഞങ്ങൾ ചോദിച്ചു. ആരാ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താവ്? അതാ ഉത്തരം. ഇത് ആർക്കു വേണ്ടിയാണ്? ശൈലജ ടീച്ചറെ അപമാനിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള മോർഫ് ചെയ്ത പടങ്ങളും മെസ്സേജുകളും ക്ലിപ്പുകളുമെല്ലാം ലോകവ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള നേട്ടം UDFന്റെ സ്ഥാനാർത്ഥിക്കാണ് എന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിനുവേണ്ടി അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇവര് തന്നെയാണ്. എന്നിട്ടിപ്പോ ഷാഫി പറമ്പിൽ വീണ്ടെടുക്കുന്നതിനുള്ള എന്റെ പിന്തുണയോടുകൂടിയാണ് എന്നവർ പിന്തുണയോടുകൂടി തന്നെ കേസ് കൊടുത്തു. ഞങ്ങളെല്ലാം പ്രസംഗിച്ചതാണ്. ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുത്തു. കേസ് ഞങ്ങൾ നേരിട്ടു. അതിന്റെ വ്യാപകമായ പ്രചാരവേല, അശ്ലീല പ്രചാരവേല, അശ്ലീലം പറഞ്ഞ് വോട്ട് പിടിക്കാനുള്ള ശ്രമം. പക്ഷെ കേരളമാണിത് എന്ന് മനസ്സിലാവണം. എന്തായാലും ഉറപ്പിച്ചു പറയുകയാണ്, ഷാഫി തന്നെയാണ് അതിന് പിന്നിൽ. ഇല്ലെങ്കിൽ കേസ് കൊടുക്കുക എന്നാണ്. ഈ കേസ് കൊടുത്തിട്ടും ഇത് ആരാണ് നിർമ്മിച്ചത് എന്നതിലേക്ക് ഇതുവരെയും പോലീസ് സംഘം എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന ചോദ്യമാണ് ഇപ്പോഴും മറുചേരി ചോദിക്കുന്നത്. ഈ വിഷയത്തിൽ ഇതുവരെ ഈ മെസ്സേജുകൾ, അതായത് ഈ മോർഫ് ചെയ്ത സന്ദേശങ്ങളൊക്കെ പ്രചരിപ്പിച്ച ആളുകൾ അതിപ്പോൾ കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ വന്നു എന്നാണ് പറയുന്നത്. അത് അറിഞ്ഞും അറിയാതെയുമൊക്കെ ആ ഗ്രൂപ്പിലേക്ക് നിന്ന് മറ്റ് ആളുകളിലേക്കൊക്കെ ഫോർവേഡ് ചെയ്ത ആളുകൾ മാത്രമാണ് ഇപ്പോഴും പിടിയിലായി. എന്തായാലും വടകരയിൽ ഈ ആക്ഷേപം സജീവമായി നിർത്താൻ തന്നെയാണ് CPMന്റെ നിലപാട്. അതാണ് MV ഗോവിന്ദന്റെ നിലപാട്. അദ്ദേഹം ഒന്നുകൂടി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. തീരുന്നില്ല.